തൃശൂർ കോടാലിയിൽ 8 വയസ്സുകാരന്റെ മരണം പാമ്പിന്റെ വിഷം ഉള്ളിൽ ചെന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. കഴിഞ്ഞ ദിവസമാണ് ആൽജോയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കുട്ടികൾ ഉറങ്ങിക്കിടന്നിരുന്ന സ്ഥലത്തു നിന്നും പാമ്പിനെ കണ്ടെത്തിയത്. കുട്ടികൾ കിടന്ന മുറിയിലെ തലയിണക്കിടയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. അതേസമയം ആൽജോയുടെ സംസ്കാരം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടക്കും. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ കോടാലിയിൽ 8 വയസ്സുകാരൻ മരിച്ചത്. പാമ്പുകടിയേറ്റാണ്, വിഷമുള്ളിൽ ചെന്നാണ് മരണമെന്നതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ആൽജോയാണ് മരിച്ചത്. ആൽജോയുടെ സഹോദരനും ഇത്തരത്തിൽ പാമ്പുകടിയേറ്റിട്ടുണ്ട്. ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ആൽജോയെ മരിച്ച നിലയിൽ ഇത്തരത്തിൽ കണ്ടെത്തിയത്. പിന്നാലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കുട്ടികൾ ഉറങ്ങിക്കിടന്ന സ്ഥലത്ത് നിന്നും പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. പക്ഷേ വിഷവാദിയാണ് എന്നത് കരുതിക്കൊണ്ടാണ് വീട്ടുകാർ കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ അതിനുശേഷം ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ പാമ്പുകടിയുടെ പാടുകൾ കാണുകയായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുട്ടികൾ ഉറങ്ങിക്കിടന്ന സ്ഥലത്ത് പാമ്പിനെ കണ്ടെത്തിയത്. കുട്ടികൾ കിടന്ന മുറിയിലെ തലയിണക്കീഴിൽ നിന്നുമാണ് പാമ്പിനെ കണ്ടെത്തിയത്. ആൽജോയുടെ സംസ്കാരം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടക്കും.